റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൻത ഇദം മിൻ ഇഖ്വാനി ശൈത്വാൻ. കല്യാണം കഴിക്കാതെ സമയമായി പ്രായമായി എന്നിട്ടും കല്യാണം കഴിക്കാതെ ബാച്ചിലേഴ്സ് ആയി ജീവിക്കുന്ന ആളുകൾ പിശാചിന്റെ സുഹൃത്തുക്കളാണ്, അവരുടെ കൂട്ടുകാർ ശൈത്വാന്മാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നിട്ട് എന്താ നബി തങ്ങൾ പറഞ്ഞത്? വഅറാദിലു മൗതാകും ഉസ്സാബുകും. മരണസമയം ഈമാൻ സലാമത്താവാതെ മരിച്ചു പോകുന്നത്, ആഖിബത്ത് മോശമായി മരിച്ചു പോകുന്നവരിൽ ബഹുഭൂരിഭാഗവും ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണസമയത്ത് ഈമാൻ സലാമത്താവാതെ മരിച്ചു പോകുന്നത് ഉസ്സാബുകും ബാച്ചിലേഴ്സ് ആണ്, വിവാഹം കഴിക്കാത്ത ആളുകളായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹറസ സുലുസൈ ദീനി. കല്യാണം കഴിച്ചാൽ ദീനിൽ 2/3 അല്ലാഹു സംരക്ഷിച്ചു എന്നാണ്. ഒരാൾ വിവാഹം കഴിക്കലോട് കൂടി 75% നന്നായി എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരാള് കല്യാണം കഴിക്കലോട് കൂടി 75% അയാൾ നന്നായി എന്നാണ്. ജീവിതത്തെ 3 ഭാഗമാക്കി, ജീവിതത്തെ 3% അയാളുടെ ജീവിതത്തിലെ 66% നന്നായി. പിന്നെയുള്ളത് 33%. അത് അയാൾ ശ്രദ്ധിച്ചാൽ മതി. അത് ദീനിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അതും കൂടി ശരിയാകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. എന്ത് വേണം? വിവാഹം കഴിക്കണം വളരെ നേരത്തെ. എന്തിനാണ് വളരെ നേരത്തെ വിവാഹം കഴിക്കുന്നത്? കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാൻ, വഅദിന് വന്നിട്ട് വായ നോക്കാതിരിക്കാൻ, വഅദിന് വന്നാൽ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിരുന്ന് വഅദ് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ കല്യാണം കഴിച്ച് കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ആത്മീയമായ ഒരു ധൈര്യം നമ്മൾക്കുണ്ടാവണം. അതല്ലാതെ ഇങ്ങനെ കണ്ട പെൺകുട്ടികളുടെ വായ നോക്കി നമ്പറുകളും കൊടുത്ത് കല്യാണം കഴിക്കാതെ ബാച്ചിലേഴ്സ് ആയി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത് ഈ സമുദായത്തിന്റെ നന്മയാണ്, ഈ ലോകത്തിന്റെ നന്മയാണ്. കല്യാണ പ്രായമായിട്ടും വിവാഹം കഴിക്കാതെ കല്യാണം മാറ്റിവെക്കുന്നത്, കല്യാണം നീട്ടിവെക്കുന്നത് ഫിത്നത്തുൻ കസീറ, ധാരാളം ഫിത്നകൾക്ക് കാരണമാകുമെന്ന്, ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണ പ്രായമായി പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ആണായാലും പെണ്ണായാലും പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അനുയോജ്യമായ പ്രപ്പോസൽ വരുമ്പോൾ വരെ ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് പെണ്ണോ ആണോ തടസ്സം നിൽക്കുകയാണെങ്കിൽ അത് വലിയ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾക്ക് കാരണമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാര് പറയുന്നുണ്ടാവും, താല്പര്യമില്ലാഞ്ഞിട്ടൊന്നല്ല ഉസ്താദേ, മാതാപിതാക്കള് പറഞ്ഞാലല്ലേ കല്യാണം കഴിക്കാൻ കഴിയാ. താല്പര്യമില്ലാഞ്ഞിട്ടൊന്നല്ലേ ചെറുപ്പക്കാർക്ക്. ചില ചെറുപ്പക്കാർക്ക് 18 വയസ്സാകുമ്പോ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പേരൻസ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടേ? ഉപ്പ ചോദിക്കും, കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഉമ്മ പറയാണ്, നിനക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം ആയിട്ടില്ല. 22 വയസ്സായ പ്രായമായിട്ടുണ്ട് കേട്ടോ, പിന്നെ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് പറയണ്ട. പിന്നെ പൈസ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ നീ കല്യാണം കഴിക്കാം? അല്ലാഹുവിനുള്ള പരിഹാരം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനൂ ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ആണായാലും പെണ്ണായാലും നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക്, മക്കൾക്ക് നിങ്ങൾ വേഗം കല്യാണം കഴിച്ചു കൊടുക്കണം. വേഗം നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം. ആണായാലും പെണ്ണായാലും വേഗം നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം. അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹു അവർക്ക് സാമ്പത്തിക ശേഷി നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ ദരിദ്രരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് നിങ്ങൾ പറയാനുള്ളത്, ജോലി ശരിയാവട്ടെ, ജോലി ശരിയാവട്ടെ, ഞാനൊന്ന് സെറ്റിലാവട്ടെ എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ സെറ്റിലാവാൻ കാത്തുനിന്നാൽ താടിയും മുടിയും നിലപാദിക്കാൻ തുടങ്ങും. എന്നായി സെറ്റിലാവല്? ആരാണ് ഇവിടെ സെറ്റിലായത്? ആരെവിടെ? അംബാനി സെറ്റിലായത്? യൂസുഫ് അലി സെറ്റിലായ? ആരെവിടെ സെറ്റിലായത്? പൈസ തികഞ്ഞ ആൾ ആരാ ഈ ലോകത്തുള്ളത്?
കോടാനക്കോടി സമ്പാദ്യമുണ്ടായിട്ടും എനിക്കിത് മതി എന്ന് പറഞ്ഞ് ബിസിനസ് നിർത്തിയ ആളുകൾ ആരാണുള്ളത്? കോടാനക്കോടി 100 ചില്ലാനം ആളുകൾ ഉണ്ടായിട്ട് ഈശ്വരി നിർത്തിയോ? പിന്നെയും തുടങ്ങല്ലേ? അംബാനി നിർത്തിയോ? കോടാനക്കോടി സമ്പാദ്യമുണ്ടായിട്ട് ആർക്കും സമ്പാദ്യം തികയാറില്ല. ആരും തികഞ്ഞു എന്ന് പറഞ്ഞിട്ട് കച്ചവടം നിർത്താറില്ല, ബിസിനസ് നിർത്താറില്ല. സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ അത് എത്ര കാലമാണ് നിങ്ങൾ കാത്തിരിക്കുക? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി നൽകും, സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നൽകും. നിങ്ങളുടെ ഭാര്യയെ നോക്കാനുള്ള, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സാമ്പത്തിക സ്ഥിതി അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? അല്ലാഹുവിന് വേണ്ടി, കണ്ണുകൾ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ വേണ്ടി, തഖ്വയോടെ ജീവിക്കാൻ വേണ്ടി വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അതിന് സംശയമില്ല. ഞാൻ ഇന്നൊരു നിക്കാഹ് കഴിഞ്ഞു വന്നതാണ്. വീട്ടിലൊരു നിക്കാഹ് ഉണ്ടായിരുന്നു. നിക്കാഹിന്റെ സമയത്ത് പൊതുവെ ഒരു പെണ്ണിന്റെ ഉപ്പാക്കും കല്യാണം കഴിക്കുന്ന പുതിയാപ്പിളക്കും ഒരു സ്വഭാവമുണ്ട്. ഇത് ആരോ പേടിപ്പിച്ച് അടിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിക്കുന്നത് പോലെ പരസ്പരം മുഖം നോക്കാതെ താഴോട്ട് നോക്കിയിട്ട് ഒരു കൈ കൊടുക്കും. ദവ്വജിത്തുക എന്ന് പറയുമ്പോൾ ചോദിച്ചിട്ട് ദവ്വജിത്തുക, അബിൽത്തുമിക്ക നിക്കാഹ എന്ന് പറയുമ്പോൾ പിതാവിന്റെ മുഖം നോക്കൂലെ, പെണ്ണിന്റെ പിതാവിന്റെ മുഖം നോക്കാതെ താഴെ നോക്കിയിട്ട് അബിൽത്തുമിക്ക എന്തോ ആരോ പേടിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ എല്ലാ സദസ്സിലും നോക്കാറുണ്ട് നിക്കാഹിന്റെ. ഇതൊരു മനോഹരമായ സമയമല്ല. ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തുഷ്ടമായ സമയമല്ല. ഒന്ന് പുഞ്ചിരിക്കും മനുഷ്യന്മാരെ. പിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, പെണ്ണിന്റെ ഉപ്പയോട്. 18 വർഷക്കാലം പോറ്റു വളർത്തിയ നിങ്ങളുടെ പൊന്നാര മകളെ നല്ലൊരു ഭർത്താവിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ മുഖം നോക്കി ഏൽപ്പിക്കാൻ തയ്യാറാവും. എന്തിനാണ് നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? എന്താ നിങ്ങൾക്ക് ബേജാറ്? എന്താ നിങ്ങൾക്ക് ടെൻഷൻ? ഇത് സ്വീകരിക്കുന്ന പുതിയാപ്പിളയ്ക്ക് എന്താ ടെൻഷൻ? അത്രയും മനോഹരമായ നിമിഷത്തിൽ ഒരു പുഞ്ചിരിയോടെ സ്വന്തം പെണ്ണിന്റെ പിതാവിന്റെ മുഖം നോക്കി ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ എന്താ മടി? ഇനിയെങ്കിലും ഇത്തരം നിക്കാഹിന്റെ സദസ്സുകളിൽ ആർക്കോ വേണ്ടി പിണങ്ങി നിന്നത് പോലെ ഈ പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകളെ നമ്മൾ സംസാരിപ്പിക്കുമ്പോൾ അവരുണ്ടാകും മുഖം നോക്കാതെ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കൈപിടിച്ച്. ചെറിയ കുട്ടികൾ വെറ്റാനൊന്നുമില്ല. ചില കുട്ടികൾ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ അതിനെ ശരിയാക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പൊ അവരിങ്ങനെ കൊണ്ടുവന്ന് രണ്ടാളെയും വലിച്ചു കൊണ്ടുവന്നിട്ട് സലാം പറയിപ്പിക്കും. അവര് കട നിർവഹിക്കാൻ വേണ്ടി സലാം പറയും, മുഖമൊന്നും നോക്കൂല, എന്നിട്ട് ഒരു വിളിക്കും. അതേപോലെയുള്ള ഒരു നിക്കാഹ് അല്ല നമ്മുടെ നിക്കാഹിന്റെ സദസ്സുകളിൽ സംഭവിക്കേണ്ടത്. അതുപോലെയുള്ള ഒരു ഷേക്ക് ഹാൻഡ് അല്ല. ഇത് രണ്ടുപേരുടെ ജീവിതം തുന്നിച്ചേർക്കപ്പെടുന്ന മനോഹരമായ ഒരു സന്ദർഭമാണ്. അല്ലാഹുവിൽ തവക്കുലാക്കി ഏത് വിഷയവും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അല്ലാഹുവിൽ തവക്കുലാക്കണമെന്നാണ്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഏത് വിഷയങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാലും, എന്തു ചെയ്യാൻ തീരുമാനിച്ചാലും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും പരിശുദ്ധ ഖുർആനാണ്. അങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ്. കല്യാണം കഴിയാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ നിക്കാഹിന്റെ സദസ്സിൽ വെച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, റജോനെ നിന്നിലേക്ക് നിന്നെ പരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പെണ്ണിനെ ഏറ്റെടുക്കുകയാണ് എങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം അല്ലാഹുവിന്റെ കൈകളിലാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരാണോ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുലാക്കി ആ പെണ്ണിനെ സന്തോഷത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്താൽ പിന്നെയുള്ളത് അവരുടെ സുഹൃത്തുക്കൾക്കുള്ള പണിയാണ്. കല്യാണം കഴിഞ്ഞ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ തന്നെ നമ്മൾ സൗകര്യമൊരുക്കാറുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോയി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് സെൽഫി എടുക്കുന്നതിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വെറുതെ പോയി സെൽഫി എടുക്കുന്നതിന് പകരം ഈ കല്യാണം കഴിയാൻ പോകുന്ന ചെറുപ്പക്കാരന് സുന്നത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ. പെണ്ണുങ്ങളാണെങ്കിൽ
പുതിനാരിയുടെ കൂടെ പെണ്ണിന്റെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന, ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന, ഭക്ഷണം കഴിച്ച് കയ്യും കൊടുത്തു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ആ പുതിയാപ്പിളയുടെ കൈപിടിച്ച്, ആ പുതുനാരിയുടെ കൈപിടിച്ചൊരു പ്രാർത്ഥന സുന്നത്താണ്. ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ. അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ട് പേർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നന്മ കൊണ്ടുവരട്ടെ. വലുതുഫിൻ വആഫിയ. നല്ല ഇണക്കവും സ്നേഹവും സന്തോഷവും അന്തസ്സും അല്ലാഹു തആല നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ദുആ ചെയ്ത്, എന്ന് പ്രാർത്ഥിച്ച്, ഷേക്ക് ഹാൻഡ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് ആ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായാൽ എന്ത് ഉപകാരമായിരിക്കും അവർക്ക്. കല്യാണം കഴിഞ്ഞ ആരാണ്, കല്യാണം കഴിഞ്ഞവരിൽ ആരാണ് കല്യാണം കഴിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവർ ആരാണുള്ളത്? കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന അഭിപ്രായമുള്ള ആരാ നമ്മുടെ സദസ്സിലുള്ളത്? കല്യാണം കഴിഞ്ഞ ഒരാൾ പോലും കല്യാണം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടോ? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടാത്ത കല്യാണം കഴിഞ്ഞിട്ട് തോറ്റു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? വേണ്ടായിരുന്നു കല്യാണം എന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ലേ? ഭാര്യമാരെന്ന് കാണുമല്ലോ, ക്യാമറ പിടിച്ച് നിങ്ങളെയാണ് ഭാര്യമാര് നോക്കുന്നുണ്ടാവും, നല്ലോണം തലയാട്ടുണ്ട്, നിങ്ങളെ നേരെ നോട്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ബഹുഭൂരിഭാഗം ആളുകൾ തോറ്റു എന്നല്ലാതെ വിജയിച്ചു എന്ന് പറയുന്നത് വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ തുടങ്ങാത്തതിന്റെ പേരിലാണ്. ഇനിയെങ്കിലും വിവാഹം കഴിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, വളരെ സന്തോഷത്തോടെ അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ആ ഭാര്യയുടെ പിതാവിന്റെ കൈകളിൽ നിന്ന് അവരുടെ മകളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ടാവണം, പുഞ്ചിരിച്ചുകൊണ്ടാവണം. ഇത് എന്തോ പേടിപ്പിച്ച് അറുക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനെ പോലെ തലയും താത്തി പേടിച്ചിരിക്കാൻ പാടില്ല. അതേപോലെ നമ്മളൊക്കെ ദുആ ചെയ്യണം, അല്ലാഹു എല്ലാ ആളുകളുടെയും ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇനി കല്യാണം കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കല്യാണം കഴിക്കാൻ വലിയ പണിയൊന്നുമില്ല, അല്ലെ? കല്യാണം കഴിക്കാൻ വലിയ പണിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞത് മുന്നോട്ട് കൊണ്ടുപോകാനാ പണി. കല്യാണം കഴിക്കാൻ എന്താ പണി? പ്രായമായാൽ സ്വാഭാവികമായിട്ട് പ്രപ്പോസൽ വരും. ഇഷ്ടപ്പെട്ടാൽ പരസ്പരം ചേരും. അതിന് പിന്നെ കുറച്ച് പൈസ ഉണ്ട്, മഹർ വാങ്ങണം. പിന്നെ വേറെ എന്താണ്, കുറച്ച് പൈസ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ കല്യാണമായി. ഇനി അതൊന്നും കൊടുക്കാൻ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തി സമൂസ കൊടുത്താലും നിക്കാഹ്. 10,000 രൂപ കൊണ്ട് നിക്കാഹ് നടത്താം, 10 കോടി കൊണ്ട് നിക്കാഹ് നടത്താം. അത് ഓരോ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാ പണിയുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധ ഹബീബിന്റെ ജീവിതത്തിൽ നിന്നാണ്, അല്ലെ? ആരുടെ ജീവിതത്തിൽ നിന്നാ പഠിക്കേണ്ടത്? ആരുടെ ജീവിതത്തിൽ നിന്നാ ദാമ്പത്യ ജീവിതം പഠിക്കേണ്ടത്? പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ആരാ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആനാണ്. 9ഓളം ഭാര്യമാരുണ്ടായി, അല്ലെ? അല്ലാഹുവിന്റെ ഹബീബിന് 9ഓളം ഭാര്യമാരുണ്ടായി. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്? നബി തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്? എത്രാമത്തെ വയസ്സിലാണ്? 25ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ആരെയാണ് കല്യാണം കഴിച്ചത്? ഖദീജ ബീവിക്ക് എത്രയാ വയസ്സ്? 40 വയസ്സ് പ്രായമുള്ള, തന്നെക്കാളും 15 വയസ്സ് പ്രായം കൂടുതലുള്ള മുമ്പ് കല്യാണം കഴിച്ച ഡിവേഴ്സായ വിധവയായ ഒരു പെണ്ണിനെയാണ്, അഥവാ ഒരു ഉമ്മയുടെ സ്ഥാനത്തുള്ള ഒരു പെണ്ണിനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് കല്യാണം കഴിക്കുന്നത്. ആലോചിക്കണം നമ്മൾ. നബി തങ്ങൾ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഏറ്റവും നല്ല ഉന്നത തറവാട്ടുകാരനാണ്, ഏറ്റവും നല്ല സുന്ദരനാണ്, ബിസിനസ്സുകാരനാണ്, സമുദായത്തിൽ അംഗീകാരമുള്ള ഒരാളാണ്. എന്നിട്ടും വിവാഹം കഴിക്കുന്നത് തന്നെക്കാളും 15 വയസ്സ് പ്രായമുള്ള 40കാരിയായ മുമ്പ് കല്യാണം കഴിച്ച് ഡിവേഴ്സായ ഖദീജയാണ് എന്ന് നമ്മൾ ഓർക്കണം. ആ
ആ ദാമ്പത്യ ജീവിതത്തിൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനെ പൊന്നുപോലെ പരിപാലിക്കുന്നുണ്ട്. തന്റെ ഭർത്താവിന് ഒരു വിഷമം വരാതെ, ഒരു പ്രയാസം വരാതെ പരിപാലിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഭർത്താവിന് നൽകിയ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ കണക്ക് പറയരുത്. ഭർത്താവിനെ സ്നേഹിച്ചതും ഭർത്താവിനെ സഹായിച്ചതും എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മയുണ്ടോ? ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിച്ചത്. മാറോട് ചേർത്ത് പിടിച്ച് വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകും വിധം അസഹനീയമായ വേദനയോടെ അല്ലാഹുവിന്റെ ഹബീബിനെ ഇറുക്കി പിടിച്ചത്. ഈ വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് ഓടി വന്നപ്പോ ആരാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിക്കാനുണ്ടായത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 40 വയസ്സിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന് നുബുവത്ത് ലഭിക്കുന്നത്. 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. അന്ന് ഖദീജ ബിവിയുടെ പ്രായം എത്രയാ? നബി തങ്ങൾക്ക് 40 വയസ്സുണ്ടാകുമ്പോ ഖദീജ ബിവിക്ക് എത്ര വയസ്സ്? 55 വയസ്സാണ് ഖദീജ ബിവിക്ക്. നമ്മുടെ ഭാര്യമാര് 55 വയസ്സായാൽ വടിയും കുത്തി നടക്കാൻ തുടങ്ങി. പിന്നെ കല്യാണമോ, പിന്നെ ദാമ്പത്യ ജീവിതത്തിന് മനോഹരമായ ആ സന്തോഷ നിമിഷങ്ങൾ പിന്നെ അവർ ആസ്വദിക്കാറില്ല. 55ാമത്തെ വയസ്സിലാണ് കിലോമീറ്ററുകളോളം ഉന്നതിയിലേക്ക് നടക്കാനുള്ള, നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് പോലും ഒന്ന് നടന്നു നീങ്ങാൻ കഴിയാത്ത ഹിറാ ഗുഹയുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ നിരന്തരമായി നടന്നുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. ഒറ്റയ്ക്കിരിക്കുന്ന തന്റെ ഭർത്താവ് ഗുഹാമുഖത്ത് ധ്യാനമഗ്നനായി ഒറ്റയ്ക്കിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ പട്ടിണി അകറ്റാൻ വേണ്ടി 55 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവിയാണ് മലയുടെ മുകളിലേക്ക് കയറിയത്. നിങ്ങൾക്കിത് അത്ഭുതം തോന്നുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉംറയ്ക്ക് പോകുമ്പോ ഒന്ന് ഹിറാ ഗുഹയുടെ മുകളിലേക്ക് കയറി നോക്ക്. അപ്പൊ മനസ്സിലാകും ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുണ്ടായിരുന്ന സ്നേഹം എത്രയാണെന്ന്. ഹിറാ ഗുഹയിൽ കയറിയ ആളുകളുണ്ട് ഇവിടെ ഉണ്ടല്ലേ? ഹിറാ ഗുഹയിൽ കയറിയ ആളുകൾക്കറിയാം, കയറിയത് തന്നെ കഷ്ടപ്പാടാണ്. പിന്നെ തിരിച്ചു വരുമ്പോ കാല് ഓട്ടോമാറ്റിക് ആയിട്ട് താഴ്ത്തുണ്ട്. മുട്ടിങ്ങനെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മടങ്ങിപ്പോകും. അത്രത്തോളം പ്രയാസമുണ്ട്. അവിടേക്ക് കൊണ്ടുപോയത് സ്നേഹം കൊണ്ടാണ്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചു വരുന്ന പ്രവാചകനോട് ഖദീജ ബിബി പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ വിട്ട് നിങ്ങൾ അവിടെ പോയി നിന്നതല്ലേ, നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഭാര്യ കളിയാക്കുകയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് അതന്നെ വേണം, ഇതിനേക്കാൾ അപ്പുറം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മെ എന്ത് ചെയ്യും? വീണ്ടും കുറ്റപ്പെടുത്തു. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുമ്പോ എന്റെ കൂടെ സമയം ചെലവഴിക്കാതെ നിങ്ങൾക്ക് ഗുഹയിൽ പോയിട്ടിരിക്കണല്ലേ, നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ടിരിക്കണല്ലേ, അങ്ങനെ രാത്രി ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് വരുമ്പോ ബൈക്കെങ്ങാനും തെന്നി വീണാല് നിങ്ങൾക്ക് ഇത്ര പോരാ, ഇതിനപ്പുറം വേണമെന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാരെ ശപിക്കുന്ന ഭാര്യമാരില്ലേ? ഇല്ലേ? 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 ശപിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ശപിക്കണ്ടേ? ബസ് സ്റ്റാൻഡിൽ ഇരിക്കാനുള്ള, കല്യാണം കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ഇരിക്കണ്ടേ? ശപിക്കണ്ടേ? ഇത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കല്ലേ വിധങ്ങള്, ഗുഹയിലിരിക്കാൻ. ഇത് ചങ്ങാതിമാരുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി, സ്വറ പറയാൻ വേണ്ടി ഇരിക്കുകയല്ല. നിമിത്തങ്ങൾക്ക് എന്തോ ആ നാട്ടിൽ നിന്ന് എന്തോ ഒരു അകൽച്ച പോലെ തോന്നി, ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി, എന്തോ ഒരു വെളിപാട് വരുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് ഗുഹയിലിരിക്കുന്നത്. ആ ഭർത്താവ് വേദനയോടെ പേടിച്ചു വരുമ്പോഴാണ് മഹദിയായ ഖദീജ ബീവി ആശ്വസിക്കുന്നത്. നബിയെ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അല്ലാഹു നിങ്ങളെ കൈയൊഴിയൂല, അല്ലാഹു നിങ്ങളെ വേദനിപ്പിക്കൂല, അല്ലാഹു നിങ്ങളെ ഒറ്റപ്പെടുത്തൂല എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ ഖദീജ ബീവിക്ക് സാധിക്കുകയുണ്ടായി. ഇതേപോലെ ഭർത്താവിന് വിഷമം വരുമ്പോ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ ഉണ്ടാവണം. ചില ഭാര്യമാരുണ്ട്, ഭർത്താവിന്റെ സുഖമുള്ള സമയങ്ങളിൽ, ഭർത്താവിന് സാമ്പത്തികമായി നല്ല ഐശ്വര്യമുള്ള സമയങ്ങളിൽ ഭർത്താവിന്റെ കൂടെ സുഖത്തോടെ ജീവിച്ചിട്ട് ഭർത്താവിനൊരു പ്രയാസം വരുമ്പോ ഭർത്താവിനെ ഒഴിവാക്കി പോകുന്ന ഭാര്യമാരുള്ള കാലമാണിത്. ഭർത്താവിനൊരു രോഗം വരുമ്പോ ഭർത്താവിൽ നിന്ന് ഫസ്തു വാങ്ങി ത്വലാഖ് വാങ്ങിച്ച് ഭർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലമാണിത്. ഇതേപോലെ ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. ഭാര്യമാർക്ക് എന്തെങ്കിലും മാരകമായ ഒരു അസുഖം വരുമ്പോ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലി മറ്റൊരു ഭാര്യയെ തേടി പോകുന്ന ഭർത്താക്കന്മാരുമുണ്ട്. രണ്ടാളുകളുടെ ആരെ കുറ്റപ്പെടുത്താനും സത്യത്തിൽ ആ സമയത്തല്ലേ ഒരു ഭർത്താവ് ഭാര്യയുടെ കൂടെ വേണ്ടത്. ക്യാൻസർ ബാധിച്ച് എണീറ്റ് നടക്കാൻ പോലും കഴിയാതെ ശരീരമാസകലം തളർന്ന് കിടന്ന കിടപ്പിലായ ആ ഭാര്യയ്ക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഭർത്താവല്ലയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ
സമയത്ത് ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ ആ ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലി മറ്റൊരു കല്യാണം കഴിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പിന്നെങ്ങനെയാണ് ആ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുക? മുനീബ മസാരി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പ്രശസ്തയായ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്. കാർ ആക്സിഡന്റിൽ വലിയ അപകടമുണ്ടായി. എത്രയോ മാസങ്ങളോളം ബോധം കെട്ട് കിടക്കുകയുണ്ടായി. ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഒരിക്കലും നിനക്ക് കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് കാരണത്താലാണ് ആക്സിഡന്റ് സംഭവിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു ഡോക്ടറിന്റെ പ്രഖ്യാപനം കേട്ടപ്പോ കുട്ടികൾ ഉണ്ടാവൂല, ഇനി എണീറ്റ് നടക്കാൻ കഴിയൂല എന്ന് കേട്ടപ്പോ ഈ പെണ്ണിനെ ത്വലാഖ് ചൊല്ലി മറ്റൊരു വിവാഹം കഴിച്ചൊരു ഭർത്താവിന്റെ കഥ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുനീബ മസാരി എന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട്. അതേപോലെ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഭർത്താവിന്റെ കൂടെ സുഖത്തോടെ ജീവിച്ച് സാമ്പത്തികമായ പ്രയാസവും കടങ്ങളും ബിസിനസ്സിലെ തകർച്ചയും നേരിട്ടപ്പോ ഭർത്താവിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യമാരുടെ കഥകളും ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. A friend in need is a friend indeed. ആവശ്യഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. ആവശ്യഘട്ടങ്ങളിൽ, അത്യാവശ്യഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. പൈസയുണ്ടാകുമ്പോ ഇഷ്ടംപോലെ ആളുകളുണ്ടാകും, സ്ഥാനമുണ്ടാകുമ്പോ ഇഷ്ടംപോലെ ആളുകളുണ്ടാകും, പ്രശസ്തി ഉണ്ടാകുമ്പോ ഇഷ്ടംപോലെ ആളുകളുണ്ടാകും. എന്നാൽ സ്ഥാനം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുമ്പോ, പ്രതിസന്ധിയിലും പ്രതിബന്ധങ്ങളിലും തളർന്ന് തരിപ്പണമായി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആശ്വസിക്കാൻ വരുന്ന സുഹൃത്താരാണ്? അതാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെയാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ. ഭർത്താവിനൊരു പ്രയാസം വരുമ്പോൾ ഭാര്യ കൂടെ ഉണ്ടാവണം, ഭാര്യയ്ക്കൊരു പ്രയാസം വരുമ്പോൾ ഭർത്താവും കൂടെ ഉണ്ടാവണം. അതല്ലാതെ ഇട്ടേച്ചു പോകുന്നത് ഒരു മനുഷ്യന്റെ പെരുമാറ്റമല്ല. ഒരു മാന്യനായ ഒരു ഭർത്താവിന്റെയോ ഒരു മാന്യനായ ഒരു ഭാര്യയുടെയോ പെരുമാറ്റമല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും പരിപൂർണനായ മുഅ്മിൻ, യഥാർത്ഥ വിശ്വാസി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആരാ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മുഅ്മിൻ? ആരായിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല മുഅ്മിൻ? ആരായിരിക്കും? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, സത്യവിശ്വാസികളായ മനുഷ്യന്മാരിൽ, മുഅ്മിനീങ്ങളായ ആളുകളിൽ ഏറ്റവും നല്ല മുഅ്മിൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. നിസ്കരിക്കുന്നവനെ കുറിച്ചോ നോമ്പെടുക്കുന്നവനെ കുറിച്ചോ സക്കാത്ത് കൊടുക്കുന്നവനെ കുറിച്ചോ അല്ല പറഞ്ഞത്. ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നമ്മൾ, ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുമാത്രമല്ല അടുത്തതായി പറഞ്ഞത് വഅൽഖഫഹും ബിഅഹ്ലിഹി, ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഭാര്യയെ അടിക്കാതെ, ഭാര്യയോട് ദേഷ്യപ്പെടാതെ, ഭാര്യയോട് കേട്ട് സംസാരിക്കാതെ, ഭാര്യയെ വെറുപ്പിക്കാതെ, നിരന്തരമായി ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി വേദനിപ്പിക്കുന്ന പല സംസ്കാരങ്ങളും ഉണ്ടാകുമ്പോ അതിന്റെ പേരിൽ ഭാര്യമാരെ പീഡിപ്പിക്കുകയോ അടിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യാതെ ആശ്വസിപ്പിക്കുന്ന നല്ല ഭർത്താക്കന്മാരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രമല്ല, ദീൻ എന്ന് പറഞ്ഞാൽ നോമ്പല്ല.